നമസ്കാരം. എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. കുറേയായി നമ്മൾ കണ്ടിട്ട് ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് നാളുകളായി. സത്യം പറഞ്ഞാൽ സമയമില്ലെന്ന് പറഞ്ഞത് തെറ്റായിരിക്കും, പക്ഷേ എനിക്ക് മടിയാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കറക്റ്റ്. എന്നാലും ഈ വീഡിയോ ഒന്ന് ഇടണമെന്ന് എനിക്ക് തോന്നി. ഇതൊരു കോയമ്പത്തൂർ കാർ യാത്രയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാറിനകത്ത് 4 പേരുണ്ട്. ഹരി, ഞാൻ, സിന്ധു, സജീവൻ. ഞങ്ങൾ കോയമ്പത്തൂർ ഇപ്പോൾ ഹരിയും സോനുവും കൂടെ കോയമ്പത്തൂരിലേക്ക് മാറിയിരിക്കുകയാണ്. ഹരിക്ക് ഇപ്പോൾ കോഗ്നിസൻ്റ് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ വർക്ക് ഫ്രം ഹോം ഒക്കെ മാറ്റി ഇപ്പം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ വന്നപ്പം കോയമ്പത്തൂരാണ് അവർ പുതുതായിട്ട് പോകുന്നത്. പുതുതായിട്ടല്ല, കോയമ്പത്തൂർ ഓഫീസിലേക്കാണ് അവർക്ക് മാറ്റം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ പോയപ്പോൾ നമുക്കൊരു പ്രത്യേക വിഷയം കൂടെ അവിടെ, വിഷയമല്ല, ഒരു സംരംഭത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എൻക്വയറിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും കോയമ്പത്തൂർ എത്തിയല്ലോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ശരവണ ഭവൻ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് നമ്മൾ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അത് ഊട്ടി അടുത്തായതുകൊണ്ട് ആ ക്ലൈമറ്റ് കണ്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പർ ക്ലൈമറ്റായിരുന്നു. അങ്ങനെ അതൊക്കെ താണ്ടി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോറി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മളെത്തി. ഇത് വേറൊന്നുമല്ല, നമ്മളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതായത് സാരീസിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നൊരു പ്ലാനിങ്ങാണ്. ഇപ്പോൾ ആ ഡോർ അടച്ചിരിക്കുന്ന അച്ഛനാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്ന ഒരാൾ. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജീവൻ്റെ കൂടെ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ അച്ഛനാണ്. ഒരു തമിഴ്നാട്ടുകാരാണ്, അതായത് കോയമ്പത്തൂർ. ഇത് എനിക്ക് സ്ഥലത്തിന് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞ് വൃത്തികേടാക്കുന്നില്ല. അപ്പം അദ്ദേഹം നെയ്ത്തുശാലയുണ്ട് അവരുടെ വീട്ടിലും അവിടങ്ങളിലായിട്ട്. അവർ ഡയറക്റ്റ് നെയ്തിട്ടാണ് ഈ കടകളിൽ ഏൽപ്പിക്കുന്നത്. അവർക്ക് അതിൻ്റെ മാർക്കറ്റിംഗ് അവർക്കില്ല, നെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു, ഇതുപോലൊരു സാരി ബിസിനസ് നടത്തുവാണെങ്കിൽ ഇവർ ഡയറക്റ്റ് തരാവുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞ പ്രകാരം നമ്മളവിടെ നേരിട്ട് എൻക്വയറിക്ക് ചെന്നതാണ്. സാരികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല സൂപ്പർ സാരികൾ. ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലായിടത്തും എടുക്കാൻ തോന്നും. ഞങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടതിൽ വളരെ 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 ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ സാധനം ഞാൻ നേരിട്ടിപ്പം നിങ്ങളെ കാണിച്ചു തരാം. കുറേ എണ്ണം അതായത് തമിഴിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയുള്ള സാരികളല്ലല്ലോ നമ്മൾ കേരളൈറ്റ്സിന് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കേരളക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാരി ഞാൻ വിടർത്തിയിട്ട് നിങ്ങളിതിലൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 2 നിലകളിലായിട്ടാണ് ഇവരിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഒരിടത്താണ് പോയിരിക്കുന്നത്, പലയിടത്തും നമുക്ക് പോകണം. ഇപ്പം വന്ന സ്ഥിതിക്ക് നമുക്ക് സമയമില്ല. ആ ഗ്യാപ്പിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ ആ ഗോഡൗണിൽ നമ്മൾ സാരി ചെക്കിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ വരുന്ന സാരികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ കളർ കോമ്പിനേഷൻസും അതിൻ്റെ തുണിയുടെ പാറ്റേണും ഒക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നല്ല ഇതാണ്. ഹാൻഡ് മെയ്ഡ് കൈത്തറി സിൽക്ക് സാരീസ്, സെമി സിൽക്ക്, അതിൻ്റെ ബാമ്പു വെച്ചിട്ടുള്ളത്, അതിൻ്റെ വാഴനാര് വെച്ചിട്ടുള്ളത്, അങ്ങനെ പല 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 ഡിസൈനും മോഡലുകളും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പം നമ്മളും ഇത് വസ്ത്ര വ്യാപാര രംഗത്ത് പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. വ്യാപാരം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണമല്ലോ. അപ്പോൾ ആ രംഗത്ത് പുതുതായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേയധികം പഠിക്കാനുണ്ട്. അതായത് നമ്മളൊരു സാരിയെക്കുറിച്ച് അല്ലെങ്കിൽ വസ്ത്രത്തിനെ കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ കറക്റ്റായിട്ട് ഡീറ്റെയിലിങ് നിങ്ങൾക്ക് തരണം. കാരണം എല്ലാത്തിനും ഒരു ബ്രാൻഡിന് തന്നെ പല ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതിന് പല ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പോൾ ഈ റേറ്റൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ പലതും ഇത് സാധനം 500 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നല്ലോ, 1000 രൂപയ്ക്ക് കിട്ടുമായിരുന്നല്ലോ എന്നുള്ളൊരു എല്ലാവർക്കും ഒരിതുണ്ട്. പക്ഷേ ഈ നമ്മളവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായി, ഈ കണ്ട സാധനങ്ങളുടെ എല്ലാം ഡ്യൂപ്പും വരുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ട് താനും. അപ്പോൾ അതാണ് റേറ്റ് വേരിയേഷൻ. അത് നിങ്ങൾ കണ്ട ഈ സാരിയൊക്കെ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എന്ത് ഇഷ്ടമായെന്നറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ ആണ് നമുക്ക് മണ്ടത്തരങ്ങൾ ഞങ്ങൾക്ക് തന്നെ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ വലിയ കടകളിൽ നിന്നാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണ പെണ്ണിനോ
ചെറുക്കനും അല്ലാണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കായാലും അമ്മയ്ക്കും പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയൊക്കെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്ക് നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം റേറ്റിനുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ അന്ന് കൊടുത്ത ആ റേറ്റ് വെച്ചിട്ടുള്ള വർത്തായിട്ടുള്ള സാധനങ്ങളല്ലല്ലോ നമ്മളൊന്ന് വാങ്ങിയതെന്നുള്ള ഓർത്തപ്പം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം മനസ്സിലാക്കിയത്. അപ്പം അതാണ് അത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. നമ്മൾ വലിയ കടകളുടെ ഒരു വലിയ ബ്രാൻഡ് നെയിം വെച്ചിട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെയുള്ള പല വീവേഴ്സിൻ്റെ അടുത്തും വന്ന് അവർ നൂല് കൊണ്ട് കൊടുത്ത് തയ്പ്പിച്ച് നൂല് മാത്രം വാങ്ങിക്കൊടുത്ത് അത് നെയ്തെടുത്ത് വരുന്ന സാധനങ്ങൾ ഒടുക്കത്തെ റേറ്റ് ഇട്ടിട്ടാണ് അവർ വിൽക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള അവിടെ ചെറുകിട ഓരോ വീടുകളിലും ഉണ്ട് ഈ നെയ്ത്ത് ശാലകളും. അവിടെ നിന്ന് ഒരു ഡയറക്റ്റ് മേടിച്ചിട്ട് ഭയങ്കര റേറ്റ് വെച്ചിട്ടാണ് അവർ ഈ പരിപാടികൾ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി നമ്മളെ വീട്ടിൽ നടത്തിയ കല്യാണങ്ങൾക്ക് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ റേറ്റ് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നീതിയും ന്യായവും അത്തരത്തിലുള്ളൊരു ചീറ്റിംഗ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. റീസണബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമുക്കിങ്ങനൊരു ഓപ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനും നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ആയതനുസരിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ പിന്നീട് വരും. നമ്മളതിൻ്റെ ഇൻസ്റ്റാ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുക്കാം. അപ്പോൾ ഇനിഷ്യൽ സ്ഥിതിക്ക് നമ്മൾ കുറേ സാരികൾ ചൂസ് ചെയ്തിട്ടുണ്ട്. വേറെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത സാരികളൊക്കെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻസും അതിൻ്റെ ക്ലോത്തിൻ്റെ രീതികളൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. അവർ തന്നെ പറഞ്ഞു അവരോട് നമ്മൾ മലയാളീസാണെന്ന് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സും നമ്മൾ ചൂസ് ചെയ്യുന്ന സാരി ടൈപ്പും കണ്ടിട്ടുണ്ട്. നിങ്ങൾ മലയാളീസാണ് ചൂസ് ചെയ്യുന്നൊരു പ്രത്യേക അവർ എടുക്കുന്ന സാരികളും ഒരു പ്രത്യേകതയുണ്ടെന്ന് അവർ നമ്മളോട് പറയുകയാണ് കേട്ടോ. നിങ്ങൾ കേരളക്കാരാണെന്ന് അവർക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായെന്ന്. അതുകൂടാണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടോ, നൂലുകൾ കാണിക്കുന്നുണ്ട്. പട്ട് നൂലുകൾ, ഒറിജിനൽ പട്ടിൻ്റെ നൂല്, അല്ല ഡ്യൂപ്ലിക്കേറ്റഡ് പട്ടിൻ്റെ നൂലുകൾ. എന്നിട്ട് അവർ കത്തിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. ഒറിജിനൽ ആണെങ്കിൽ കത്തിക്കുമ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ കത്തിക്കുമ്പോൾ ഇതിൻ്റെ ചാരം ഉണ്ടാവും. അങ്ങനെ പ്ലാസ്റ്റിക് നൂലുകൾ കത്തിക്കുമ്പോൾ അങ്ങനെയുള്ള വളരെ വിശദമായിട്ട് അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രത്തോളം നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റഡീഡ് അല്ല. എനിക്ക് മനസ്സിലായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരിതില്ല. എന്തുവായാലും ഒരു ഗ്യാരണ്ടിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയട്ടോ. നമ്മളൊരു കാര്യം തുടങ്ങുമ്പം ആൾക്കാരെ ചീറ്റ് ചെയ്യാത്ത രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് ഒറിജിനലിൻ്റെ പൈസ മേടിക്കുക, അല്ലെങ്കിൽ സാമാന്യത്തിന് നിരക്കാത്ത റേറ്റ് ഇട്ടിട്ട് ഇത് കച്ചവടം നടക്കുക, അങ്ങനെയല്ലാതെ വളരെ 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 റീസണബിൾ പ്രൈസിൽ വളരെ വർത്തായിട്ടുള്ള സാധനങ്ങൾ സാരീസ് വിൽക്കാനാണ് നമുക്ക് പ്ലാന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് അവരെന്നല്ല നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പിറകെ പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ A to Z ചെയ്യണമല്ലോ. എന്താണ് നമ്മൾ പട്ടുനൂൽ പുഴു എന്നൊക്കെ പഠിച്ചിട്ടുള്ളതല്ല, സിൽക്ക് നൂലുണ്ടാകുന്ന ഏതിൽ നിന്നാണെന്ന് പഠിച്ചിട്ടുള്ളതല്ല. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും നമുക്കറിയില്ല. ഇതിനകത്ത് എന്തോരം പഠിക്കണം എന്നുള്ളതും പിന്നീട് ഇപ്പം നമുക്ക് മനസ്സിലായി എന്നുള്ളത്. അവരെല്ലാം ഓരോത്തിൻ്റെയും നൂലുകളും അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വളരെ വിശദമായി തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രോഷറുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവർ കാണിച്ചു. ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. വലിയ കടക്കാരൊക്കെ നല്ലതായിട്ടങ്ങ് നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. മേലാൽ ഇങ്ങനെ നമ്മൾ കാരണം ഒരാളെയും പറ്റിക്കപ്പെടാത്ത രീതിയിൽ ഒരു സെയിൽ നടത്താൻ തന്നെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ആയതനുസരിച്ച് നമ്മൾ കുറച്ച് ചൂസ് ചെയ്ത് ഇനിഷ്യൽ എന്നുള്ള രീതിയിൽ കുറച്ച് മെറ്റീരിയലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ശരിക്കും എൻക്വയറിക്ക് പോകുന്നെങ്കിലും കുറച്ച് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. കാരണം നമ്മൾ എപ്പോഴും കോയമ്പത്തൂരൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെന്ന സ്ഥിതിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സംഭവത്തിന് കുറച്ച് പർച്ചേസ് ചെയ്ത് സജ്ജീകരണം വാങ്ങിച്ചിട്ടുണ്ട്. സിന്ധുവിനെ കൊണ്ട് ഒരു ബിസിനസ്സൊക്കെ ചെയ്യിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിത്ത് എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, അണ്ണൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്, ആ സുഹൃത്ത് വഴിയാണ് ഖത്തറിലുണ്ടായിരുന്നത്. എൻജിനീയറാണ് ആ പയ്യൻ. ആ പയ്യൻ്റെ വീട്ടിലേക്ക് വന്നത്. ആ പയ്യൻ്റെ അച്ഛനാണ് ഈ നെയ്ത്തുകാരനാണ്.
നമ്മളെ മലയാളികളെ പോലെ ഒന്നല്ല. മലയാളികൾ 10 രൂപ ഉണ്ടെങ്കിൽ 15 കോടി ഉള്ള രീതിയിലാണ് ജീവിത രീതി. പക്ഷേ ഇവരുടെ രീതിയൊക്കെ കാണുമ്പം തന്നെ നമ്മൾ അതിശയകരമായി തോന്നും. ഈ ഇദ്ദേഹത്തിൻ്റെ വീടാണത്. അപ്പോൾ അന്നേരമാണ് മനസ്സിലായത് തമിഴിയൻസൊക്കെ ഇല്ലേ, അവരെ കണ്ടാൽ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര സംഭവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായത്. അവരൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ ഭയങ്കര പൊങ്ങച്ച തട്ടിൻ്റെ ആൾക്കാരല്ല. അവർ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, വിലപ്പെട്ട സാധനങ്ങളെല്ലാം അവർ ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ വീട്ടിലെ സ്ക്രാപ്പുകൾ അവർ ഫ്രണ്ടിലെടുത്തിട്ടേക്കുക. അവർക്ക് അതിനകത്ത് ആരെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലൊന്നുമില്ല. ആ രീതിയിൽ തയ്ക്കുന്ന നെയ്യുന്ന തറി കണ്ടില്ലേ, അത് പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് സജിയേട്ടനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് പടിഞ്ഞാറ്റങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്താണ് വെൽടെക്സോ അങ്ങനത്തെ ഈ തറികളുള്ള, എനിക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, നമ്മളിതൊന്നും കാണാൻ പോയിട്ടുമില്ല. എങ്ങനെയാണ് ഇതുണ്ടാവും ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വെറുതെ അല്ല. ഈ ഹാൻഡ്ലൂം സാരിക്കൊക്കെ ഭയങ്കര റേറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ഭയങ്കര പാടാണ്. ഒരു മനുഷ്യൻ്റെ ഇരുന്ന് എത്ര ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ അല്ല ഇതിൻ്റെയൊക്കെ ഭയങ്കര റേറ്റ് വരുന്നത്. പക്ഷേ എങ്കിലും ഈ ഉണ്ടാക്കുന്നതിനല്ല ഇതിൻ്റെ റേറ്റ് ഏറ്റവും കൂടുതൽ കിട്ടണത്. പക്ഷെ അത് മാർക്കറ്റ് ചെയ്യുന്നവരുടെ കയ്യിലാണ് അത് ഭയങ്കരമായിട്ട് വരുന്നത്. അവർ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ലേബർ ചാർജ് മാത്രമാണ് കിട്ടണത്. അപ്പം നമ്മളും ഇതേപോലെ നൂലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത് വിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിലേക്ക് വരണം. ആ വീട്ടിലെ കുടുംബാംഗങ്ങളെയൊക്കെ അവരിങ്ങനെ പരിചയപ്പെടുത്തി. അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. പേര് ഞാൻ മറന്നു കേട്ടോ. തമിഴ് പേരൊക്കെ ആയതിന് പെട്ടെന്ന് ഓർമ്മയൊന്നും വരത്തില്ല. അങ്ങനെ അണ്ണനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അതിൻ്റെ ആ തറി ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വളരെ ഡീസൻറ്റ് മനുഷ്യൻ, അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. അവർ തമിഴിയൻസ് ഉണ്ടല്ലോ, നമ്മൾ മലയാളികളെ പോലല്ല. അവർ പൊളൈറ്റായിട്ട് സംസാരിക്കാനും ഒരാളോട് അവരുടെ ഒരു വാക്കിൽ നിന്ന് അതിനകത്തൊരു 100 ബഹുമാനമുണ്ട്. പക്ഷെ നമ്മളാണെങ്കിൽ നമ്മളുടെ ഒരാൾ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അടിക്കാൻ വരുന്ന പോലല്ലേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ മലയാളീസ്. അവർ പൊളൈറ്റ്നെസ് കുറവാണ്. പക്ഷേ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ അങ്ങ് ഇരുത്തുന്ന രീതിയിൽ അവരെ അവിടുന്ന് പോവാത്ത രീതിയിൽ അവർ സംസാരിക്കാൻ അവർക്ക് അറിയാൻ പറ്റും. സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് വിലയുള്ള ബുള്ളറ്റും ബൈക്കും ഒക്കെ എടുത്ത് അവരകത്ത് വെച്ചേക്കുക. വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലേ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളെപ്പോലല്ല മനുഷ്യന്മാർ. നമ്മളാണെങ്കിൽ എല്ലാം ഇങ്ങനെ പടക്കത്തിൻ്റെ ആൾക്കാരാണ്. ഒന്നുമില്ലെങ്കിലും 1000 ഉണ്ട് എന്നുള്ള ലക്ഷണം കാണിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇവരുടെയൊക്കെ ജീവിത രീതി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച ഏത്തപ്പഴവും മറ്റ് കാര്യങ്ങളും അമ്മ നമുക്ക് തന്നു. ദീപാവലി സമയമായതുകൊണ്ടാണ് അവർക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ വന്നതിൽ വളരെ സങ്കടമായിരുന്നു. അങ്ങനെ എല്ലാ പർച്ചേസും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വളരെ ക്ഷീണിച്ച്, രാവിലെ പോയതാണ്, ക്ഷീണിച്ച് അങ്ങനെ ഞങ്ങൾ എത്തി. പാവം ഹരിയും അതേപോലെ ക്ഷീണിച്ച്. അപ്പോൾ ഓക്കേ.